യോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിട വഞ്ചത്തെ പെരുകയുണ്ടാശ മഹാമനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം. നമ്മൾ ഇന്ന് പോയി താമസിക്കുന്ന സങ്കേതങ്ങളെല്ലാം തന്നെ മലീമസമായിട്ടുള്ള സങ്കേതങ്ങളാണ്. നിലം നികത്തിയത്, ഒരു 100-108 നിലകളൊക്കെ ആയിട്ട് ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട് അവിടെ ശ്മശാന ഭൂമിയോ മറ്റോ, പണ്ട് നമ്മൾ വീട് നിർമ്മിക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്തൊന്നുമല്ല. ഒരു പറമ്പ് കിട്ടിയാൽ തന്നെ 4ആയിട്ട് വിഭജിച്ച് ഏറ്റവും നല്ലൊരു ഖണ്ഡം തിരഞ്ഞെടുത്ത് അവിടെയും ഈ പറയുന്ന വീടിന്റെ ദർശനമെല്ലാം തന്നെ നിശ്ചയിച്ച്, കണക്കെല്ലാം തന്നെ നിശ്ചയിച്ച്, അവിടെ കക്കൂസും കുളിമുറിയും ഒന്നും പെരയുടെ ഉള്ളിലല്ല, പുറത്താണ്, ഇന്നൊക്കെ അകത്താക്കി, അങ്ങനെ എല്ലാ തരത്തിലും വികൃതമായിരിക്കുന്ന ഗ്രഹങ്ങൾ സൃഷ്ടിച്ച് അവിടെ താമസിച്ചു പോകുന്ന നമുക്ക് ആധ്യാത്മികത എന്ന് പറയുന്നത് അന്യമായി തീർന്നു. സംശയിക്കേണ്ട. ഇപ്പൊ അത്തരത്തിലാണ് ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ അകത്തും ആ ചുറ്റമ്പലം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കക്കൂസ് ഉണ്ടാക്കി തന്നെ അത്രയും നല്ലതെന്ന് വരുന്ന പൂജാരികൾ പറയും. ഞങ്ങൾക്ക് ഇത്രയും ദൂരം നടക്കാൻ വയ്യ, മുട്ടിന് വേദനയുണ്ട്, വയസ്സായി, അതുകൊണ്ട് കഴിയുമെങ്കിൽ ശ്രീകോവിലിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കക്കൂസ് ഉണ്ടാക്കി തന്നായിരിക്കുന്നു. കേൾക്കണ്ടാവില്ല വലിയവരൊക്കെ. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ സുഖലോലുപന്മാരെ വീട് നിർമ്മിക്കുന്ന പോലെ തന്നെ വീടെല്ലാം തന്നെ നമ്മൾ ഉചിതമായിരിക്കുന്ന വീട് നിർമ്മിക്കുന്ന പഴയ പരിപാടിയൊക്കെ വിട്ടിട്ട് ആ വീടുകളെല്ലാം തന്നെ മാറിപ്പോയി. ഇത് ദിവ്യന്മാരായിരിക്കുന്ന നിങ്ങളെല്ലാം വസിക്കുന്ന സങ്കേതമാണ് നമുക്കും ഈ വാസത്തിന് ഉചിതമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം തന്നെ ഏതെങ്കിലും ശ്രേഷ്ഠമതികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. പണ്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു യോഗിനിയമ്മ ഉണ്ടായിരുന്നു. ഈ അടുത്ത ഇടയ്ക്കും ആരൊക്കെ എന്തൊക്കെ പറയുന്ന കേട്ടോ, എനിക്ക് കാണാൻ യോഗം ഉണ്ടായിട്ടില്ല, എന്തോ ആകട്ടെ. ആ യോഗിനിയമ്മ പഞ്ചാക്ഷരം ഇങ്ങനെ ജപിച്ച് ശിവലം കണ്ട് ഉണ്ടാക്കുമെന്നോ അതേ രീതിയിൽ ഒരു പരമ്പര എല്ലാം തന്നെ ഇവിടെ വാർത്തെടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. തൃപ്രയാറിനുള്ള മഹത്വമാണ്. അപ്പൊ തൃപ്രയാറിന്റെ മഹത്വം അത് പ്രകീർത്തിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള സുകൃതികളിലൂടെയാണ്. അപ്പൊ ഈ സുകൃതികൾ ജനിക്കുന്നു, അവർ അവതരിക്കുന്നു, അവർ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച അവരുടെ സാന്നിധ്യം കൊണ്ട് ഇപ്പൊ പഴനിയിൽ പോകുന്നുണ്ട്. പഴനി ആണ്ടവന്റെ സാന്നിധ്യമല്ല പ്രധാനം, അവിടെ ഭോഗരുടെ സമാധിയാണ്. അങ്ങനെ ഏറ്റവും സമാധിസ്ഥന്മാരായിട്ടുള്ള യോഗ്യതയുള്ള യോഗ്യന്മാര് അവരുടെ സാന്നിധ്യമുള്ള സങ്കേതങ്ങളാണ് വാസോചിതം. അവിടെയാണ് വസിക്കേണ്ടത്. നമുക്കിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല. പേയും പെപ്പര പേയും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ ചുറ്റുപാട് മുഴുവൻ വഷളാണ്. ഈ ഫ്ലാറ്റ് നിർമ്മിച്ചെന്ന് താഴത്ത് കിടക്കുന്നതിനും മുകളിൽ കിടക്കുന്നതിനും യാതൊരു ബന്ധമില്ല. ചത്തട്ട് ചീഞ്ഞം മണം വരുമ്പോഴാണ് അറിയുന്നത് ചത്തുന്ന്. അതേ രീതിയിൽ പരസ്പര ബന്ധമില്ലാത്തതും വാസയോഗ്യമല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മൾ വസിക്കുമ്പോൾ എങ്ങനെ ഗതി ഉണ്ടാവും? ഗതി എന്ന് പറഞ്ഞാൽ ഊർധ്വഗതി. അപ്പൊ എല്ലാത്തരം മേലോട്ടുള്ള ഗതി ഉണ്ടാകണമെങ്കിൽ ഉചിതമായിരിക്കുന്ന വാസസ്ഥാനം വേണം. നിങ്ങളെപ്പോലുള്ളവർ ജീവിക്കുന്ന സ്ഥലമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള വാസസ്ഥലം. അതുകൊണ്ട് വസിക്കാനുള്ള സങ്കേതം പറഞ്ഞു തരണമെന്നാണ് രാമേന്ദ്രന്റെ പറച്ചിൽ. ഇവിടെ ഒരു കാര്യവും കൂടി നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. വാൽമീകി എന്ന് പറയുന്ന ഈ കവിശ്രേഷ്ഠൻ മഹാമുനി, അദ്ദേഹവും രാമചന്ദ്രൻ എന്ന് പറയുന്ന അവതാര സ്വരൂപം, അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴല്ല പണ്ടേ ഉള്ളതാണ്. ഭാഗവതത്തിൽ കൃഷ്ണന് നാമകരണം ചെയ്യുമ്പോൾ ഗർഗമുനി പറയുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, അല്ലെങ്കിൽ കൃഷ്ണന്റെ അച്ഛനമ്മമാര് യശോദാമ്മയായാലും അല്ലെങ്കിൽ നന്ദഗോപരായാലും അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാര് വസുദേവരും ദേവകിയായാലും അവരറിയാൻ വേണ്ടി പറയുന്നുണ്ട്, ഇയാൾക്ക് വാസുദേവൻ എന്നുള്ള പേര് പണ്ടേ ഉള്ളതാണ്. അപ്പൊ പണ്ടേയുള്ള ഈ വാസുദേവസൻ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇടേണ്ട കാര്യമില്ല, സർവത്ര വസിക്കുന്ന എല്ലായിടത്തും കഴിഞ്ഞു കൂടുന്ന ഈശ്വര തത്വമാണ് എന്നീ പറയുന്ന ഗർഗൻ പറയുന്ന പോലെ ഇവിടെയും രാമൻ, ആ രാമനെ വിട്ടിട്ട് മറ്റാരുമില്ല എന്ന് അറിയാവുന്ന ഈ കവിശ്രേഷ്ഠൻ വാൽമീകി അദ്ദേഹവുമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കാൻ അധികം ഒരു പരസഹായത്തിന്റെ ആവശ്യമില്ല. നമുക്കങ്ങനെയല്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അവാച്ചർമാരോ ആരെങ്കിലും ഒന്ന് പറഞ്ഞോളൂ, ദേ രാമ, ദേ വന്നേക്കുന്ന ഒരു വക്കീല്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈസേട്ടന്മാരുടെ അടുത്തേ ഏതെങ്കിലും സംഗതി ഒപ്പിടാനായിട്ട് വക്കീലന്മാര് ഒരു കക്ഷ്യം കൊണ്ട് ചെല്ലുമ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സോ ആൻഡ് സോ, അതേ രീതിയിൽ ഇവിടെയും ഈ പറഞ്ഞ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരാൾ ആരുമില്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. രാമനും ഈ പറയുന്ന സീതയും അതോടൊപ്പം ഈ പറയുന്ന ലക്ഷ്മണകുമാരൻ എന്ന് പറയുന്ന 3 പേരല്ലാതെ അവരുടെയൊക്കെ ഒരു മധ്യവർത്തിയായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആരുമില്ല. എന്താ കാരണം? പരിചിതമാണ്. നമ്മൾ ഈശ്വരനുമായിട്ട് പരിചിതമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെ സാധിച്ചു? നിത്യം മരാമര വരികയാണ്. അതിനു മുമ്പ് എന്നതു കേട്ട് വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു, സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു. ഭഗവത്ഗീതയിൽ നല്ല സുന്ദരമായ പ്രയോഗമുണ്ട്. യോമാം പശ്യതി സർവത്ര സർവജ്ഞമൈ പശ്യതി.
അപ്പോൾ വേദവ്യാസന്റേതായിട്ടുള്ള ഈ കഥകൾ എടുത്താലും അല്ലെങ്കിൽ ഭാഗവതം എടുത്താലും അല്ലെങ്കിൽ ഭഗവത്ഗീത എടുത്താലും രാമായണം എടുത്താലും അവിടെയും പറഞ്ഞു വരുന്ന സംഗതി ഒന്ന് മാത്രമാണ്. നിനക്ക് പ്രത്യേകിച്ച് വസിക്കാൻ ഒരിടം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കാരണം എന്താ? നീ എല്ലായിടത്തും വസിക്കുന്നു, സർവവ്യാപി. അപ്പൊ ഈശ്വര ലക്ഷണമാണ്. അപ്പൊ ഈശ്വര ലക്ഷണമായിരിക്കുന്ന നിന്നോട് സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിച്ച കാരണം സൗഖ്യേനതേ വസിപ്പതിന് വസിപ്പാനുള്ള മന്ദിരവും ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട്. ഞാൻ കവിയായി പോയത് കൊണ്ട് നിങ്ങളൊന്നുകൂടി ചിന്തിക്കണം. ഇയാൾ വെറുതെ കവിയായതല്ല, തനിക്കാട്ടാളൻ. തനിക്കാട്ടാളൻ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃത ജീവി, ഒരു മനുഷ്യനാണെന്ന് പറയാൻ യോഗ്യതയില്ലാത്ത അത്തരത്തിൽ നികൃഷ്ട ജീവിയായിരുന്ന ഇയാള് രാമരാമ എന്നുള്ള വ്യത്യസ്ത വർണ്ണങ്ങളോടുകൂടി ജപിച്ച് ഇത്തരത്തിൽ കവിയായി തീർന്ന അദ്ദേഹത്തിന് ആഖ്യാവിശേഷേണ ഞാനൊരു കവിയായി പോയി. ആരുടെ മഹത്വം കൊണ്ട്? പിന്നാലെ പറയുന്നുണ്ടല്ലയോ രാമ, അതെന്റെ കഴിവല്ല, നിന്റെ കഴിവ്. ആ രാമമന്ത്രത്തിന്റെ മഹത്വം കൊണ്ടുണ്ടായ എന്റെ കവിത്വം അത് എന്നിൽ തുളുമ്പി നിൽക്കുന്നതുകൊണ്ട് ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട്. ഞാൻ പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് എക്സാജറേറ്റഡ് ആയിട്ട് ഞാൻ നിനക്ക് വസിക്കാനുള്ള സങ്കേതം പറഞ്ഞു തരാം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിതെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. തൃപ്രയാർത്തെ അവർക്ക് വസിക്കാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരമാണ് ഈ സബ്ജക്ട് എനിക്ക് സെലക്ട് ചെയ്ത ടീച്ചറും കൂട്ടരും അത്തരത്തിലൊരു സബ്ജക്ട് ഇട്ട് തന്നപ്പോൾ വാസ്തവത്തിൽ ചിന്തിക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു വിഷയം. നിനക്കുണ്ടോ യോഗ്യത? സ്വയം ചിന്തിക്കുക. നമ്മൾക്കുണ്ടോ യോഗ്യത? നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കുക. ശ്രീരാമചന്ദ്രനെ ശ്രീലകത്ത് ഇങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്ത്രിമുഖ്യൻ അവിടെ ഇങ്ങനെ വാസ്തവത്തിൽ സ്വസ്ഥരായിട്ടിരിക്കുന്ന പോലെ അയാൾ അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കിരിക്കാമെന്നുള്ള മട്ടു മതിയോ എന്ന് കൂടി ചിന്തിക്കാനുള്ള അവസരം. അതായത് ഈ ശ്രീലകത്ത് മാത്രം അദ്ദേഹം ഇരുന്നാൽ മതിയോ, അവിടെ നിന്ന് വിട്ടുപോരണമോ? അങ്ങനെ വിട്ടുപോന്നാൽ എവിടെയെല്ലാം ഇദ്ദേഹത്തിന് ആവാസസ്ഥാനമാകാം, അല്ലെങ്കിൽ ഏതെല്ലാം സങ്കേതങ്ങളിലാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ നമ്മൾ ദർശിക്കേണ്ടത് എന്നുള്ള ചിന്ത നമ്മളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി സർവവ്യാപിത്വം അല്ലെങ്കിൽ സർവേശ്വരത്വം, സർവജ്ഞത്വം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുളുമ്പി നിൽക്കുന്ന ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ അവസരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അധ്യാത്മരാമായണം എന്നുള്ള പേരോടുകൂടി പ്രഖ്യാപിതമായിരിക്കുന്ന ഈ കൃതിയിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത് ആധ്യാത്മികതയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ലാതെ വെറുതെ വായിച്ചു തള്ളി കർക്കിടക മാസം പൂർത്തീകരിച്ചുകൊണ്ട് പട്ടാഭിഷേകവും നടത്തി പാലെല്ലാം തന്നെ കൃഷ്ണൻ ഈ പറയുന്ന രാമന്റെ വിഗ്രഹത്തിന്റെ തലവഴി ഒഴിച്ച് അത്തരത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു സമ്പ്രദായമല്ല. നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കർക്കിടക മാസം മാറണം. ദുർഘടമായിട്ടുള്ള ഈ മാസത്തിലെ കർക്കിടകം എന്ന് പറയുന്ന ഞണ്ടല്ലേ, അപ്പൊ ഞണ്ട എന്ന് പറയുന്ന ജീവിയെ പോലെ പുറകോട്ട് പോകുന്ന ആ സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ മുന്നോട്ട് എന്നുള്ള രീതിയിലാകണമെന്ന് കൂടി സന്തുഷ്ടരായി. അപ്പൊ നിത്യവും ഭാര്യയുടെ കഴുത്ത് വെട്ടുക, പൊരക്കിന് കുത്തി പിടിച്ചു കൊല്ലുക, എന്നിട്ട് തൂങ്ങിച്ചാകുക, പിള്ളേരെയെല്ലാം തന്നെ വിഷം കൊടുത്ത് കൊല്ലുക. ഒരു 3 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞ് നാറുമ്പോഴാണ് ആൾക്കാർ നോക്കുമ്പോൾ വീട്ടിൽ 3-4 ഇങ്ങനെ ചത്ത് കിടപ്പുണ്ട്. ഇതാണ് ഇന്നത്തെ സന്തുഷ്ടി. എന്താ സന്തുഷ്ടി? അപ്പൊ ഈ സന്തുഷ്ടിക്ക് കാരണം എന്താ? നമ്മൾ എല്ലാവരും തന്നെ അങ്ങേറ്റത്തെ പദവിയിൽ ഇരിക്കേണ്ട കാര്യം. എനിക്ക് 10ന്റെ പൈസ സമ്പാദ്യമില്ല, നിങ്ങൾ വിശ്വസിക്കുമോ? 10ന്റെ പൈസ ബാങ്കിലിട്ട് നിക്ഷേപിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന സ്വഭാവം എനിക്ക് ഇതുവരെയില്ല. വയസ്സ് 73ആയി. ആരെങ്കിലും വന്ന് ചോദിച്ചിട്ട് ഒരു 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടിത്താൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി. കാരണം എന്താ? ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇയാൾ കുചേലനേക്കാൾ കുചേലനാണ്. കാരണം ഇതെല്ലാം തന്നെ എങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ കിട്ടുന്നതുകൊണ്ട് സംതൃപ്തരായിട്ട് അത് പിന്നെ ഇങ്ങനെ നീക്കി വെച്ചുകൊണ്ട് അത് അട്ടിയിട്ട് വെച്ചുകൊണ്ട് ഈ കരമന യഥാർത്ഥനോ ആരോ ഒക്കെ ഇങ്ങനെ ഏതൊരു സിനിമയിൽ ഇങ്ങനെ ദീപാരാധന നടത്തുന്ന പോലെ അതുപോലെയെല്ലാം തന്നെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ പോകുമ്പോൾ നമുക്ക് സന്തുഷ്ടി ഉണ്ടാവും. അതില്ല ഇതില്ല എന്നുള്ള കുറവുകളെല്ലാം തന്നെ നമ്മളെ അലട്ടില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാത്ത കാരണം എന്തെല്ലാം പുണ്യമുണ്ടെന്നറിയാമോ? എൻ്റെ സാരഥി ഇവിടെ ഇരിപ്പുണ്ട്, അയാൾക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഇത് പഠിക്കാത്തത് എനിക്ക് പഠിക്കാൻ സാധിക്കില്ലേ? എനിക്ക് 78 കാലഘട്ടത്തിൽ വേണമെങ്കിൽ പഠിക്കാമായിരുന്ന വണ്ടി ഓടിക്കുന്നത്. ആ സൈക്കിളും പഠിച്ചില്ല, സ്കൂട്ടറും പഠിച്ചില്ല. എന്താ കാരണം? അത് പഠിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം സന്തുഷ്ടനാകുകയില്ല. പോരാ പോരാ പോരാ. അപ്പൊ സ്പീഡ് മാത്രം പോരാ എന്നല്ല, നമ്മൾ വണ്ടിയും ഇതുപോരാ, അങ്ങനെ എല്ലാം ഇതുപോരാ. നമുക്കിപ്പോ എന്ത് വണ്ടി ആയാലും നേരത്തെ കയറിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സംതൃപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പലതും ത്യജിച്ച് ഉപേക്ഷിച്ച് നമുക്ക് അവശ്യാവശ്യമായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സന്തുഷ്ടി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രയോഗമാണ്. ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ആരാണ് ദരിദ്രൻ? അസന്തുഷ്ടൻ എന്നാണ് പറഞ്ഞത്. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ചോദ്യാവലി ഇങ്ങനെ ഓരോരോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
ആരാണ് ദരിദ്രൻ എന്നുള്ള ഈ പറയുന്ന ഉദ്ധവന്റെ ചോദ്യത്തിന് ഭഗവാന്റെ മറുപടി ഒരൊറ്റ മറുപടി എന്താ? അസന്തുഷ്ടൻ. അപ്പൊ അസന്തുഷ്ടനാണ് ദരിദ്രനെങ്കിൽ കുചേലന്റെ ദാരിദ്ര്യം എന്താ? അസന്തുഷ്ടി. ഭാര്യയ്ക്കും മക്കൾക്കും തീറ്റ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതെല്ലാം തന്നെ അതിന്റെ പൊടിപ്പും തങ്ങലും വെച്ചുള്ള കഥയാണ്. അതല്ല ഈ പറയുന്ന കുചേലന്റെ ദാരിദ്ര്യം എന്ന് പറയുന്ന അസന്തുഷ്ടി. എന്താ കാരണം? സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയ ഞങ്ങൾ രണ്ടുപേരും ഇടക്കാലത്ത് ഇങ്ങനെ വിരഹം അല്ലെങ്കിൽ വിയോഗം സംഭവിച്ചു. അത് അസന്തുഷ്ടി. കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള അസന്തുഷ്ടി, അല്ലെങ്കിൽ ഭഗവാനെ കണ്ടിട്ട് ഇത്ര നാളായല്ലോ എന്നുള്ള അസന്തുഷ്ടി, ആ വിയോഗ ദുഃഖം അതിന്റെ അസന്തുഷ്ടി, ആ വിരഹം അതിന്റെ അസന്തുഷ്ടി, ഭഗവാനും തമ്മിൽ അകന്നു കഴിഞ്ഞുകൂടുന്ന അസന്തുഷ്ടി, ഈ അസന്തുഷ്ടി. അപ്പൊ ഇവിടെയും ഭഗവാൻ ഇരിക്കാനുള്ള ഇരിപ്പിടം പറയുമ്പോൾ ആദ്യം തന്നെ ഇടത്തിടുന്ന വാക്ക് സന്തുഷ്ടരായി, സമദൃഷ്ടികളായി. സമദൃഷ്ടികൾ, എല്ലാവരെയും ഒരേപോലെ കാണുന്നവര്. ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്, കണ്ണൊക്കെ ശരി ഒരേപോലെ കാണുന്നത് എങ്കിൽ തന്നെ വാസ്തവ സമദൃഷ്ടി സമത്വബോധം അതേ രീതിയിൽ എല്ലാവരും ഒന്നോ എന്നുള്ള രീതിയിൽ കാണുന്നില്ല. സന്തുഷ്ടരായി, സമദൃഷ്ടികളായി, ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി. വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ എൻ്റെ എതിർകക്ഷി അവിടെ വന്ന് നിൽക്കുമ്പോൾ കൊല്ലണം, എൻ്റെ കക്ഷിയെ ദ്രോഹിക്കണം, കക്ഷി പറഞ്ഞു പഠിപ്പിച്ചാണല്ലാതെ പാവ. അപ്പൊ എല്ലാ തരത്തിലും ഇങ്ങനെ കക്ഷികളെ എതിർകക്ഷികളുമായിട്ട് വാദി പ്രതിയെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്രൂപ്പിസം വന്നിട്ട് നമ്മൾ എന്താ ദ്വേഷഹീനമതികളായിട്ടിരിക്കാൻ പറ്റില്ല, ദ്വേഷം വരും. അപ്പൊ വിദ്വേഷം വെച്ച് വളർത്തുന്ന രീതിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ചിന്താഗതി വരണമെങ്കിൽ മനസ്സ് വിദ്വേഷത്തിന്റെ വിരഹിതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ എല്ലാം തുല്യമായിട്ട് കാണണ്ടേ. നമ്മൾ ജപിക്കണം. എന്ത് ജപിക്കണം? ഒന്ന് ജപിച്ചാലോ? ഓം സഖനാവവതു സഖനൗ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വിദ്വേഷം പാടില്ലെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ ജപിക്കേണ്ട മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമാണ് സംവാദ സൂക്ത, ഏകപത്യ സൂക്തം. അത് വാസ്തവത്തിൽ സമദൃഷ്ടി വരാൻ വേണ്ടി, അഫിനിറ്റി ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെന്നില്ലാത്തൊരു ഐകരൂപ്യം നമ്മുടെ ചിന്താഗതികൾക്കും പ്രവൃത്തികൾക്കും വരാൻ വേണ്ടി, എല്ലാവരെയും വിദേശ സ്വദേശി എന്നുള്ള വ്യത്യാസമില്ലാതെ അത്തരത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വന്യര്യായിളസ്പദേ സമിധ്യസേ സനോവസുന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാർവം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ സമാനോ മന്ത്ര സമതി സമാനി സമാനം മനസ്സഹചിത്തമേഷം സമാനം മന്ത്രം അഭിമന്ത്ര ഏവ സമാനേന വോഹർഷാജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാ വസു സകാസതി ഒക്കെ സമാനം 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 എന്ന് പറയുമ്പോൾ സമതുലിതമായിരിക്കുന്ന ഒരവസ്ഥ, വളരെയേറെ ബാലൻസ്ഡ്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഗിരികേട്. ഈ നിങ്ങൾ ഇരിക്കുന്നവരിങ്ങനെ ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ചാണോ ഇരിക്കുന്നത്? സംശയം. അപ്പൊ ഈ ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്, അടുത്തടുത്ത് മുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ മുട്ടുന്ന ചിലപ്പോൾ അനവസരതയായിട്ട് വരും. എന്ന് മാറിയിരുന്നൂടെ, കുറച്ച് അകന്നിരി വേർപ്പ് മാറണമെന്നുള്ള മട്ടിലേക്ക് വരുമ്പോ അവിടെ ഈ പറയുന്ന രീതിയിൽ സമാന ചിന്താഗതിയോ സമാനതയോ സമത്വമോ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ സാധിക്കാതെ വരില്ലേ? ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം, വ്യത്യസ്ത ശരീരങ്ങളും അത്തരത്തിൽ പദവികളും അലങ്കരിക്കുന്നിടത്തോളം കാലം ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട്, രാമായണത്തിൽ തന്നെ നിങ്ങൾ കേട്ടത്, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഹം എന്ന ആമ്രേടിതം കലർന്നിടന്ത് ശന്തരേ ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകിലാം ബന്ധു വെണ്ണീറ ചമഞ്ഞു പോയിടിലാം മണ്ണിന് കീഴെ കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇതില്ലാതെ അവിടെ എങ്ങനെയാണാവോ? തേച്ചു പൊളിച്ച് സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ ചാർത്തിക്കൊണ്ട് നമ്മൾ നടക്കുമ്പോഴും നമ്മളിലുള്ള ശരീരാഭിമാനം എന്ന് പറയുന്ന ദുഷിച്ച ചിന്ത, ഈഗോ എന്ന് പറയുന്ന ദുരഭിമാനം, ഇത് നമ്മളെ അലട്ടുന്നത് കൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ഒരിക്കലും സമത്വമായിരിക്കുന്ന രീതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടും. അത് സ്വാഭാവികമാണ്. ജരാസന്ധനുള്ളിടത്തോളം കാലം, കംസനുള്ളിടത്തോളം കാലം, അതുപോലെ ശിശുപാലാദികളുള്ളിടത്തോളം കാലം, കൃഷ്ണാവതാരം നടക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ പറയുന്ന ശരീരാഭിമാനവും ദുരഭിമാനവും കോംപ്ലക്സും ഇതെല്ലാം നമ്മളെ അലട്ടും. സ്വാഭാവികമാണ്. എങ്കിലും ഇവിടെ പറയുന്നു, അല്ലയോ രാമ, സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. ഏതൊരു ഹൃദയത്തിലാണോ
നീ ഇരിക്കേണ്ടത് അവർ ശാന്തയുക്തന്മാരായിരിക്കണം. ഓം രാം രാമായ നമ. രമിപ്പിക്കുന്ന രാമനെ കിട്ടിയിട്ട് അത്തരത്തിൽ നമ്മൾ രമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നവരെ എല്ലാവരെയും രമിപ്പിക്കുന്ന സ്നേഹമിശ്രണമായിരിക്കുന്ന ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് യാതൊരു വിദ്വേഷവും വെച്ച് പുലർത്താതെ ആരാണോ ഉള്ളത് അത്തരത്തിലുള്ള ഒരുത്തന്റെ ഹൃദയത്തിൽ നീ സീതയാസാർത്ഥം വസിക്കാൻ ഇതെല്ലാം നിന്ന് നമുക്കുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ സബ്ജക്ട് തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം നിനക്ക് സുഖവാസമന്ദിരം. അടുത്തത് നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച്. അവിടെ നല്ലൊരു പ്രയോഗം, ധർമ്മം ഉപേക്ഷിക്കണം, അധർമ്മം ഉപേക്ഷിക്കണം. സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജ. 66-ാമത്തെ ശ്ലോകം 18-ാമത്തെ അധ്യായം ഭഗവത്ഗീത. അവിടെ എല്ലാ ധർമ്മങ്ങളും ഇങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ തന്നെ ആശ്രയിക്കുന്നവന്റെ കാര്യമാണ് അവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെയും സർവധർമാൻ പരിത്യജ്യ. നിങ്ങൾ ഭാഗവതത്തിന്റെ മാഹാത്മ്യം മുഴുവൻ വായിക്കാറില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ തലേ ദിവസം മാഹാത്മ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം വായിക്കും. എന്നിട്ട് എല്ലാവരും കൂടി കണവണ അണ്ണൻ ചിരട്ട എന്ന് പറഞ്ഞത് ദുന്തുകാരിയോ ഒരു പ്രേതത്തിന്റെ ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോകും. അവിടെ ഈ പ്രേതത്തിന്റെ കഥ പറയുമ്പോൾ അവിടെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഗോകർണൻ. ഈ ഗോകർണൻ എന്ന് പറയുന്ന വ്യക്തി അച്ഛൻ ഈ പറയുന്ന ആത്മദേവന് കൊടുക്കുന്ന ഉപദേശത്തിൽ ധർമ്മം ഭജസ്വ ത്യജ ലോകധർമാൻ എന്നൊരു പ്രയോഗമുണ്ട്. ധർമ്മം ഭജസ്വ ത്യജ ലോകധർമാൻ. ലോകധർമ്മങ്ങളെയെല്ലാം തന്നെ ശാരീരിക ധർമ്മങ്ങളെയെല്ലാം തന്നെ ദാഹം വിശപ്പ് ഇത്യാദി ശാരീരിക ധർമ്മങ്ങളും ഭാര്യാപുത്രബന്ധത്തിലെ അധർമ്മങ്ങളും ഏതേത് ധർമ്മങ്ങളാണോ ആപേക്ഷികമായിട്ട് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനെയെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് ഈശ്വരസ്മരണ എന്ന് പറയുന്ന ഭക്തിയുടെ പാരമ്യത്തിൽ എത്ര എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ധർമ്മം അത് അവലംബിക്കണമെന്നാണ്. സർവധർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട് ഒരേ ഒരു ധർമ്മം. എല്ലാ ധർമ്മത്തെയും പരീക്ഷത്തെ ഉപേക്ഷിച്ച് കാണിച്ചു. പാമ്പ് കടിക്കുമെന്നുള്ളൊരു ശാപം മാത്രമേ വന്നുള്ളൂ. 7-ാമത്തെ ദിവസമാണ്. അതിന് ഇപ്പോഴേ തന്നെ വീട് വിട്ടിറങ്ങേണ്ടതില്ല. 7-ാമത്തെ ദിവസം നോക്കിയാൽ പോരായിരുന്നോ? അപ്പൊ ഉടനെ തന്നെ ഇതെല്ലാം തന്നെ ഉപേക്ഷിച്ച് ജനമേജയനെ കേൾപ്പിച്ചുകൊണ്ട് ഗംഗയുടെ തീരത്ത് എന്നിരുന്നു. സർവധർമ്മൻ പരിത്യജ്യ ഔരസേവച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേവച്ചു ഗോവിന്ദപാദർജു എന്ന കീർത്തനം. അപ്പൊ ഇതേ രീതിയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കണമെങ്കിൽ അവിടെ വാസ്തവത്തിൽ ധർമ്മങ്ങളെല്ലാം തന്നെ ത്യജിക്കുന്ന ഒരു സമ്പ്രദായം ഒരു ഭക്തൻ ഉണ്ടായിരിക്കണം. ദാഹിക്കാൻ പാടില്ല, വിശക്കാൻ പാടില്ല എന്ന് കണ്ടു വിശ്വാമിത്രൻ. ഈ പറയുന്ന രാമനും ഈ പറയുന്ന ലക്ഷ്മണകുമാരനും അവരിങ്ങനെ പോകുന്ന വേളയിൽ അവർക്ക് ദാഹിച്ചാൽ, അവർക്ക് വിശന്നാൽ എന്റെ യാഗരക്ഷ പൂർണ്ണമാകുകയില്ല എന്ന് കണ്ടിട്ടാണ്. യാഗത്തിന്റെ രക്ഷ യോഗരക്ഷയാണ്. യാഗരക്ഷ യോഗരക്ഷ. അപ്പൊ ഈ യോഗം എന്ന് പറയുന്ന പദവിക്ക് വേണ്ടിയിട്ടാണ് യാഗ അനുഷ്ഠാനം. അതിനുവേണ്ടി പുറപ്പെട്ടിരിക്കുന്ന എനിക്ക് ആ യോഗ പദവി അലങ്കരിക്കണമെങ്കിൽ എന്നിൽ നിന്ന് വിട്ടുപോകേണ്ടത് എന്താ? ഈ പറയുന്ന ദാഹവും വിശപ്പും. ഒരു കാര്യം നിങ്ങൾ വളരെ ഉപകാരത്തോടുകൂടി ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ കഥാപാത്രങ്ങളെയെല്ലാം തന്നെ ഇത്തരത്തിൽ വർണ്ണിക്കുമ്പോൾ അത് ഞാനാണെന്ന് ധരിക്കുക. രാമനും ലക്ഷ്മണനും ഞാനാണെന്ന് കരുതിയിട്ട് ആ വിശ്വാമിത്രനും എന്നിൽ തന്നെയാണെന്ന് കണ്ടിട്ട് ആ വിശ്വാമിത്രനാണ് എന്നിലുള്ള രാമലക്ഷ്മണന്മാർക്ക് ദാഹിക്കരുത് വിശക്കരുത് എന്നുള്ള മട്ടിൽ ബലയും അതിബലയും ഉപദേശിക്കുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ ജീവിക്കും. നമ്മളിപ്പോ മരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ എല്ലാ തരത്തിലും ജീവിക്കും. അർത്ഥവത്തായിട്ടുള്ള ജീവിതം നമുക്ക് കൈമുതലാകണമെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കണം. അല്ലാതെ കഥ കേട്ടിങ്ങനെ പോയാൽ സ്പീക്കർ പറഞ്ഞ പോലെ മിത്തായിട്ട് വീണ്ടും കിടക്കും. മിത്ത്. അപ്പൊ അത്തരത്തിൽ മിത്തല്ലാതെ ആ മിത്തിൽ നിന്ന് വാസ്തവത്തിൽ സത്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണമെങ്കിൽ നമ്മൾ അത്തരത്തിൽ താതാത്മ്യം പ്രാപിക്കണം. കൃഷ്ണൻ നമ്മളായിട്ടൊന്ന് മാറി നോക്കൂ. കൃഷ്ണന്റെ വേഷം കെട്ടിയൊന്നും വേണ്ട. പക്ഷെ ഉദ്ധവർ ചെയ്ത പോലെ നല്ലതാണ്, അതും ആകാം. എങ്കിലും അതൊന്നും വേണ്ട. കൃഷ്ണൻ ഞാനാണ്, എന്നിലാണെന്നുള്ള മട്ടിലൊന്ന് നോക്കൂ. അതേ രീതിയിൽ നമ്മളെല്ലാവരും താതാത്മ്യം പ്രാപിക്കുന്ന ഓട്ടോ സജഷനോടുകൂടി ബ്രഹ്മോഹം, ശിവോഹം. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ അതായി മാറുമ്പോൾ, അതായി തീരുമ്പോൾ നമുക്ക് ധർമ്മങ്ങളെല്ലാം തന്നെ ത്യജിക്കാൻ കഴിയും. എനിക്ക് ചെയ്യേണ്ടതായിട്ട് മറ്റ് കർത്തവ്യങ്ങളെല്ലാം തന്നെ അവശേഷിക്കുന്നില്ല എന്ന് കാണാം. അപ്പൊ എല്ലാ തരത്തിലും കർമ്മങ്ങൾ ഒടുങ്ങി ധർമ്മമെല്ലാം തന്നെ ഇല്ലാതെയാകുമ്പോൾ ഇത് നമുക്ക് വളരെയേറെ അർത്ഥവത്തായിട്ട് കാര്യങ്ങളാണ്. നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ധർമാധർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക. നിങ്ങളൊക്കെ നാളെ സന്യാസിമാരായി പോകുന്നൊരു പേടി അത് പോവില്ല.
എനിക്കൊരു സങ്കടം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും. ഇത് പുറത്തേക്ക് കേൾക്കണ്ടാവും ഉണ്ടല്ലേ? എന്താ ഞാൻ പറയുന്നത്? പുറത്ത് സൗണ്ട് ഇല്ല. അപ്പൊ അവര് കേട്ടാലും കുഴപ്പമില്ല, അല്ല കേൾക്കണം. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മൊച്ചൂര്. അദ്ദേഹത്തിന്റെ ഭാഗവതവും അദ്ദേഹത്തിന്റെ ഭാഷണ ശൈലിയും മുഴുവൻ കേൾക്കും. ഇത്തരത്തിൽ വളരെയേറെ അരുണാചല മഹർഷിയുടെ അല്ലെങ്കിൽ അരുണാചല ശിവന്റെ മൂർത്തിമത്ഭാവമായിരിക്കുന്ന രമണ മഹർഷിയുടെ ചരണ തീർത്ഥപാദം. അപ്പൊ അദ്ദേഹം ഒരു സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ട് സന്യാസിയാണ്, ജന്മനാ സന്യാസിയായിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും സന്യാസം സ്വീകരിച്ച് കുറെ പൂണൂലിട്ടവന്മാര് അവർക്ക് ഇഷ്ടാവില്ല. എങ്കിലും വാസ്തവത്തിൽ അങ്ങനെ കൂടെ അടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ശൃംഗേരിയെ ചെന്നാൽ ശൃംഗേരിയിൽ അടുത്തുകൂടെ നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ തുണിയും ഇങ്ങനെ ഇതേ ഒടിച്ച് ഇതിനകത്തേക്ക് ഇട്ടോളം പറയണം. ഈ കാലടിയിൽ വരുമ്പോഴും ഞാൻ കാലടി പഠിച്ച സ്റ്റുഡൻ്റാണ്. അവിടെയും വാസ്തവത്തിൽ ജയേന്ദ്ര സരസ്വതി ആയാലും ഇതര സരസ്വതിമാരായാലും അവിടെ വരുമ്പോൾ ഉച്ചനീചത്വ വ്യത്യാസമെല്ലാം തന്നെ വച്ചു പുലർത്തുന്ന ഒരു ശങ്കരാചാര്യന്റെ പരമ്പരയാണോ? ആണോ? ശങ്കരാചാര്യ പൂണൂല് പൊട്ടിച്ച് കളഞ്ഞ് പോയ പോലെയാണോ ഇവര് പൂണൂല് പൊട്ടിച്ചിട്ടും വീണ്ടും പൂണൂലിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്? ഞാനിപ്പോ പറഞ്ഞത് നിങ്ങളെല്ലാവരും പൂണൂലിട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കുക. അതേ രീതിയിൽ തന്നെ വാസ്തവത്തിൽ എം പ്രവൃതന്തം അനുവേദം അഭേദ കൃത്യം ദൈവായനോ വിരഹകാതരാജഹാവ പുത്രേതി തന്മയതോഭിനേതോദം സർവഭൂത ഹൃദയം മുനിം ആനദോസ്മി എന്ന് പറയുമ്പോൾ വേദവ്യാസൻ എന്ന് പറയുന്ന ഒരു അവതാര സ്വരൂപന്റെ കൃഷ്ണദ്വൈപായനൻ അദ്ദേഹത്തിന് അഗ്നിയെ കുട്ടി മോക്ഷപ്രതീകമായിരിക്കുന്ന ബ്രഹ്മം പൂണൂൽ ധരിക്കാതെ കാട്ടിലേക്ക് ഓടിയെന്നാണ്. അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും പൂണൂലിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഈ പറഞ്ഞതിന് വേറെ അർത്ഥതലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു. ഉറങ്ങിക്കിടക്കുമ്പോഴോ ഉണർന്നിരിക്കുമ്പോഴൊക്കെ തലയിലേക്ക് കയറി വരും, അല്ലെങ്കിൽ രാമേന്ദ്രനോ ഹനുമാനോ നിങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കും. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇങ്ങനെ ധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വാസ്തവത്തിൽ ശൂദ്രഭാവം വിട്ടു. അവിടെ ക്ഷത്രിയനില്ല, അവിടെ വൈശ്യനില്ല, അവിടെ ബ്രാഹ്മണനുമില്ല. ഒരു അത്യാചാരി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആചാരങ്ങളെല്ലാം തന്നെ വിട്ടിട്ട് സകല ആശ്രമങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവ്വവർണ്ണങ്ങളും അതിക്രമിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരും. സർവധർമ്മൻ പരിത്യജ്യ മാമേക ശരണം വ്രജ. നിത്യവും ഈ ധർമാധർമ്മം നിത്യധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാഭവാനെ ഭജിക്കുന്നവരുടെ സംഭവം. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഞാൻ ഇന്നയാളാണ്, ശൂദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലും ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലും പ്രവർത്തിക്കേണ്ട ഗതികെട്ടൊരവസ്ഥ അത് ഇല്ലാതെയാകുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ രാമന്റെ വിരിപ്പടമായിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമസ്ഥരായിട്ട് മാറും. കേട്ടോ? ഇത്തിരി കടുപ്പ് 71 വയസ്സായപ്പോ കടുപ്പം കൂട്ടി പറയുന്ന ആൾക്കാരെ കല്ലുവലിച്ച് നീ. അപ്പൊ അതേ രീതിയിൽ തന്നെ വീണ്ടും നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി തന്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മനപങ്കജം തേ സുഖമന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് ആരുണ്ട്? കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പൊതിഞ്ഞു വച്ചിരിക്കുന്ന ദക്ഷിണ എടുത്തോ, എനിക്ക് വേഗം വീട്ടിൽ ചെല്ലണം. കായേന വാച മനസേന്ദ്രിയേർവ. ആചാര്യന്മാര് ഞങ്ങൾ ചെയ്യുന്ന പണിയാണ്. അപ്പൊ അതേ രീതിയിൽ നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷവന്മനപ്പങ്കജം. രാമാരാമായ എന്ന് എപ്പോഴും ജപിക്കാൻ കഴിഞ്ഞാൽ അതിൽപ്പരം ശ്രേഷ്ഠത എന്താണ്? പക്ഷെ നടക്കുന്നില്ല. നമ്മൾ രാമാരാമായ എന്ന് ജപിക്കുന്ന സമയത്ത് വേറെ പലതും അലട്ടുന്നത് കൊണ്ട് രാമമന്ത്രം ഇതുപോലെ ജപിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെയാണ് ഹനുമാന്റെ പ്രസക്തി. ഈ ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രം ഭഗവാന്റെ ഭക്തൻ, അദ്ദേഹത്തിന് ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞത് ലങ്കയിലേക്ക് ചാടിക്കടക്കുക മാത്രമല്ല, ലങ്കയെ ചുട്ടരിക്കുകയും അവിടെ കൂടിയിരുന്നവ എല്ലാത്തിനെയും തല്ലിത്തകർക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തിരിച്ചു പോരണമെങ്കിൽ ആ രാമനാമം ജപിച്ചതിന്റെ ഫലമാണ്. നമുക്കത് സാധിക്കുന്നില്ല. ഇന്നിപ്പോ ഭാരതവർഷത്തിൽ അലങ്കോലങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടുവരുന്നതിന് പ്രധാന കാരണം എന്താ? രാമ എന്ന് ജപിക്കാൻ നമ്മൾ തയ്യാറല്ല. ഞാൻ വേറൊരു കൂട്ടം ഈ ഇസ്ലാമിക സമുദായക്കാരോട് അധികം പോവാ. ഹറാം ഹായ് ഒന്നിട്ട് വെട്ടിക്കളയാവും. ഹറാം. അപ്പൊ രാമനില്ലാത്തവനാണ് ഈ ഹറാം, അല്ലാതെ. അപ്പൊ രാമനെ ആരാധിക്കുകയും രാമനെ സ്വീകരിക്കുകയും അത്തരത്തിൽ പോകാതിരിക്കുന്നവനാണ് ഈ ഹറാം എന്ന് പറയുന്നത്. ആരാം ഹറാം ഹേ എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആരാം ഹറാം ഹേ, റെസ്റ്റ് ഈസ് റെസ്റ്റ്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ എല്ലാവരും രാമനെ ഇങ്ങനെ കൊണ്ടു നടക്കുക. കബീറും രാമനെ പറ്റിയല്ലേ പാടിയത്, തുളസി മാത്രമല്ല.
അപ്പൊ എല്ലാ തരത്തിലും രാമന് എന്ന് പറയുമ്പോൾ രാമൻ വാസ്തവത്തിൽ ജാതിമതാതീതമായിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ്. ഇവിടെ രാമനോടാണ് പറയുന്നത്, നിനക്ക് അങ്ങനെയുള്ള സങ്കേതത്തിൽ പോയിരിക്കാം, നിത്യവും രാമ 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 എന്നിങ്ങനെ ജപിക്കുന്നവരുടെ മനസ്സിൽ നിനക്ക് കടന്നിരിക്കാമെന്ന്. അപ്പൊ മനസ്സാണ് ഭഗവാന്റെ ആവാസസ്ഥാനം എന്ന് തോന്നില്ലേ? അങ്ങനെ ദൃഢമായിട്ടുള്ളൊരു മനസ്സിന്റെ ഉടമയായി തീരണമെന്നല്ലേ ധ്വനി. ഏതൊരു മനസ്സാണോ മന്ത്രമാണെന്നറിഞ്ഞുകൂടാതെ മരാമര എന്നാണ് ജപിച്ചതെങ്കിലും അത്രമാത്രം ശക്തമായിട്ടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഋഷീശ്വരന്മാർ ഉപദേശിച്ച ആ 2 അക്ഷരങ്ങൾ ഇങ്ങനെ ഓതി 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 അതിൽ തന്നെ ലയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ച സംഗതികൾ നിസ്സാരമല്ലല്ലോ. മാനഷാദ എന്ന് പറഞ്ഞത് എങ്ങനെ 24,000 ശ്ലോകങ്ങളുള്ള ഒരു മഹാഗ്രന്ഥമായിട്ട് മാറി. അങ്ങനെ എല്ലാ തരത്തിലും രാമമന്ത്രത്തിന്റെ മഹത്വമെല്ലാം തന്നെ പ്രകീർത്തിക്കപ്പെടുന്ന രംഗത്ത് അല്ലയോ രാമ, നീ രാമനാമം ജപിക്കുന്നവരുടെ ഹൃദയത്തിൽ വസിക്കാൻ നമ്മുടെ ഹൃദയവും സംശുദ്ധമാകട്ടെ, രാമമന്ത്രം കൊണ്ട് സദാസമയവും അത് തിങ്ങി നിറഞ്ഞ് ഇരിക്കട്ടെ എന്ന്. എന്നിട്ട് അടുത്തത് ശാന്തന്മാരായി. പലയിടത്തും ശാന്തി വരുന്നുണ്ട്. ശാന്തി വാസ്തവത്തിൽ ശാന്തി എന്ന് പേരിട്ട ശാന്തി ഒന്നാവൂല ഇല്ലേ? മേൽശാന്തി എന്നും കീഴ്ശാന്തി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മറ്റ് ശാന്തിവായ ശാന്തി 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 എന്നൊക്കെ പറയും. അത് വാസ്തവത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നമുക്ക് മാറിക്കൊടുക്കത്തെ ശാന്തി ശാന്തി ശാന്തി. അപ്പൊ ശാന്തി ശാന്തി വന്നു എന്നുള്ള മട്ടിൽ നമുക്ക് വേണമെങ്കിൽ മാറിക്കൊടുത്ത ശാന്തിയെ മുന്നോട്ട് വേണമെങ്കിൽ തിക്കും തിരക്കിലും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാം. അതിൽ കൂടുതൽ എന്ത് ശാന്തി? അവരുടെ വീട്ടിലും ശാന്തിയില്ല. കിട്ടിയിട്ടുള്ള ദക്ഷിണ തികഞ്ഞില്ല വീട്ടിൽ ചെന്നപ്പോ. അങ്ങനെ വന്നപ്പോ ഭാര്യ കിടന്ന് ബഹളം കൂട്ടി ശാന്തി കൊള്ളുന്നു. അപ്പൊ എല്ലാ തരത്തിലും ശാന്തിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ശാന്തന്മാരായി നിരഹങ്കാരികളുമായി. വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കുണ്ട് അഹങ്കാരം. അത് ഞാൻ ഇത്ര നാൾ കുറേയധികം കേസ് നടത്തി കക്ഷികൾ ചിലതൊക്കെ തോറ്റതിനെ പറ്റി പറയില്ല കേട്ടോ. അപ്പൊ അതേ രീതിയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെന്നില്ലാത്ത ഒരു അഹങ്കാരമാണ്. കണ്ടമാനം കേസ് നടത്തി പോലും. ആരാ നടത്തിയത്? ഇവിടെയാണ് ഒരു ആധ്യാത്മിക ദൃഷ്ടി നമുക്ക് വരേണ്ടത്. സന്ദർഭവശാൽ ഞാൻ പറയുന്നു, നമ്മൾ ഒരിക്കലും തന്നെ കർത്തൃത്വ അഭിമാനത്തിന്റെ ഉടമകളാകരുത്. ഭോക്തൃത്വം കർത്തൃത്വം എന്ന് പറയുന്ന രണ്ടും നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ, ശ്രീരാമകൃഷ്ണ പരമസർ പറഞ്ഞ പോലെ, ഞാൻ വെറും യന്ത്രം, നീയാണ് യന്ത്രി, അല്ലയോ ഭഗവതി നീയാണ് നിയന്ത്രിക്കുന്നത്, ഞാൻ നിന്ന് തരിക മാത്രമാണ് എന്നുള്ള മട്ടിലേക്ക് മാറാത്തിടത്തോളം കാലം നമുക്ക് രക്ഷയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരു തന്ത്രി ഉണ്ടായിരുന്നു ഊറ്റാലക്കാട് മനയ്ക്കല്. ഭദ്രകാളി, അതായത് പുളിയാമ്പുള്ളി എന്നൊക്കെ പറയുന്ന ശക്തമായിട്ടുള്ള ഭദ്രകാളി സേവക്കാരുടെ ഒരു പാരമ്പര്യമാണ്. ആ ഇല്ലമെല്ലാം തന്നെ അന്യം നിന്നുപോയി. ആ അന്യം നിന്ന് പോയ ആ വ്യക്തിത്വം എന്നോട് വലിയ കാര്യമായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ക്ഷേത്രത്തിലെ കൊടികയറ്റം മുടക്കി. തന്ത്രി വിചാരിച്ചടക്കും അല്ല. അപ്പൊ ഇങ്ങനെ കൈ കാണിച്ചാൽ അവിടെ നിൽക്കും ഇല്ലേ? അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ അപ്പൊ നിൽക്കും. അങ്ങനെയുള്ള രീതിയിലെല്ലാം തന്നെ പറഞ്ഞ് ഇദ്ദേഹം ഒരു ഉത്സവം മുടക്കി. വർഷങ്ങൾക്ക് ശേഷം പരിഹാരമെല്ലാം തന്നെ നിശ്ചയിച്ചിട്ട്, ജ്യോത്സ്യന്മാർ വേണം പരിഹാരം നിശ്ചയിക്കാൻ. അങ്ങനെ പരിഹാരമെല്ലാം നിശ്ചയിച്ചിട്ട് കൂറയും പൗത്രം വാങ്ങി ഇദ്ദേഹം പരിഹാരത്തിന് ഇങ്ങനെ ഒരുങ്ങിയപ്പോ കൂറയും പൗത്രം സ്വീകരിച്ച് രാവിലത്തെ ക്രിയകൾ കഴിഞ്ഞ ഉടനെ നെഞ്ചുവേദന തുടങ്ങി ആസ്പത്രിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ആരാ കർത്താവ്? അപ്പൊ ഈ കർത്തൃത്വാഭിമാനത്തോടു കൂടി ഞാനത് ചെയ്യും ചെയ്യൂല, അല്ലെങ്കിൽ ചെയ്യിക്കില്ല എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, നമുക്ക് ഇതിനെ യാതൊന്നിനും യാതൊരു അവകാശവും ഇല്ല. കർത്തൃത്വാഭിമാനം പാടില്ല. അപ്പൊ ശാന്തന്മാരായി നിരഹങ്കാരികളായിട്ട് മാറണമെങ്കിൽ കർത്തൃത്വ അഭിമാനം പോകണം. ശാന്തരാഗദ്വേഷമാനസന്മാരുമായി. അപ്പൊ ഈ എല്ലാ തരത്തിലും രാഗദ്വേഷാദികളെല്ലാം തന്നെ വിട്ടുപോയവരായിട്ട് ലോഷ്ട അശ്മകാഞ്ചന തുല്യമതികളായി. ഇരുമ്പായാലും സ്വർണമായാലും, അല്ലെങ്കിൽ പറഞ്ഞ മണ്ണാങ്കട്ടയായാലും കരിയിലായാലും അങ്ങനെ നമുക്ക് പ്രയോഗിക്കാം. അപ്പോൾ നിസാരവൽക്കരിക്കപ്പെടുന്ന സാധനങ്ങളായാലും സാരവത്തായിരിക്കുന്ന സംഗതികളായാലും അവ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ. ഇതിന് നല്ലൊരു ഉദാഹരണം രാവണൻ തന്നെയാണ്. രാവണൻ സുന്ദരകാണ്ഡത്തിൽ പറയുന്നില്ലേ, അഴകിയ രാവണനായിട്ട് വന്നിട്ട് സീതയുടെ മുമ്പിൽ നിന്ന്, സീതയാണെങ്കിൽ തന്റെ ആ ഇരു തുടകളുടെ ഇടയിലേക്ക് ഇങ്ങനെ അമർത്തി വച്ചിരിക്കുന്നു തന്റെ ശിരസ്. കാണാൻ കൊതിക്കാതെ ഇയാളെ ദുഷ്ടനെ കാണണ്ട എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന അമ്മയോട് പറയുന്നുണ്ട്, ശോഭജനോ അവധീശ്വരവരനോ അവനൊക്കും ഈ ശാക്കളും കോക്കളും ഭേദമില്ലേതുമേ, ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന വാർത്ത കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ആത്മതത്വമാണ്. അപ്പൊ ഈ പറയുന്ന രാവണനായിരുന്നിട്ട് കൂടി രാക്ഷസനാണെന്ന് പറയുന്ന അദ്ദേഹത്തിലും ഈ അദ്വൈതത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും അപാരമായിരിക്കുന്ന വേദാന്തത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെയും ലോഷ്ട അശ്മകാന്തന തുല്യമതികളായി ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. യാതൊരു ഭാവഭേദവുമില്ലാതെ, ഭേദപകർച്ചയില്ലാതെ, ഭിന്ന ബുദ്ധിയില്ലാതെ എല്ലാത്തിനെയും ഒരേപോലെ ദർശിക്കുന്നവരുടെ ഹൃദയത്തിൽ അല്ലയോ രാമചന്ദ്ര നീ വസിക്കണം. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നുപോയി. ഞാനും 68 മുതൽ ഇങ്ങനെ വന്നുപോയി. അന്ന് 68 ഞാൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ അമ്മ
ഒരു ഫേവർ ലൂപ സി ചീഫ് എന്ന് പറയുന്ന ഒരു വാച്ച് ഇങ്ങനെ തന്നിട്ട് പറയാണ്, നിനക്ക് ഇഷ്ടമായോ? എന്താ അത് ഇഷ്ടമായോ? അല്ല, നീ പറഞ്ഞ സീക്കിംഗ് ആണ്, ചേട്ടനത് കിട്ടി. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ മരിച്ച ചേട്ടനാണ് ഇഷ്ടപ്പെടുത്താറ്. 5-6 മാസം പത്യവും മരിച്ചു. അപ്പോൾ അതേ രീതിയിൽ തന്നിട്ട് അമ്മ ചോദിച്ചത് നിനക്ക് ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, എന്താ ഇഷ്ടക്കുറവ്? അപ്പോൾ ഞാൻ ആഗ്രഹിച്ച സീക്കിംഗ് ആണ്, അത് തന്നെ കിട്ടണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാകാതിരുന്നാൽ രക്ഷപ്പെട്ടു. ഇവിടെയും വന്ന് കണ്ടിട്ട് പോയ രാമനെയും അദ്ദേഹത്തെ തൊഴുതു പിടിച്ച് നിൽക്കുന്ന ഹനുമാനെയുമാണ്. അവർ തമ്മിലുള്ള ബന്ധം രാമായണം വായിച്ച് കുറേശ്ശെ മനസ്സിലാക്കി വരുന്ന കാലവുമാണ്. ചുക്കുമോതുളകുതിർപ്പല്ലി എന്നൊക്കെയാണ് വായിക്കുന്നതെങ്കിൽ തന്നെ ആ കാലഘട്ടത്തിൽ കുറേശ്ശെ ഇങ്ങനെ ഗ്രഹിച്ചു പോരുന്നത് നമ്മെ സഹായിച്ചത് കൊണ്ട് അതിൽ സന്തുഷ്ടനായി, പ്രശ്നങ്ങളില്ല. ഞാൻ നേരത്തെ പറയുന്ന പോലെ കിട്ടിയത് കൊണ്ട് തൃപ്തനായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ എല്ലാവരും അങ്ങേയറ്റത്തെ ആനന്ദത്തിൽ ആറാടും. ഇല്ലെങ്കിൽ ആത്മഹത്യ ഉണ്ടാവും. അല്ലാതെ പത്രത്തിൽ വാർത്ത ഇട്ടിട്ട് അതിന്റെ ചോട്ടില് ആത്മഹത്യ, അതൊന്നും മരുന്നല്ല, അല്ലെങ്കിൽ ഇതൊന്നും പരിഹാരമല്ല, ആരും ആത്മഹത്യ ചെയ്തതെന്ന് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ആദ്യം തന്നെ ചരസും കഞ്ചാവും കള്ളും വെള്ളവും ഒക്കെ നിർത്തണം. ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന നിർത്തണം. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അഭിമന്യ നേതാവ് ഈ പറയുന്ന ഏക്കാന്റണി പറഞ്ഞത് ഇപ്പൊ ചാരായം നിർത്തുന്നുണ്ട്, പടിപടിയായിട്ട് മദ്യത്തെ നിരോധിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പിൻഗാമികൾ എന്ത് ചെയ്തു? ഇവിടെ മുഴുവൻ എല്ലാത്തിനും കാരണം എന്താ? ഇതാണ്. നമ്മുടെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ കുടിച്ചുന്മത്തരായി. അവർക്ക് അവരവരെ പറ്റിയുള്ള ബോധ്യമില്ലാതെ, ആത്മാവ് എന്താണെന്നറിയാതെ, അവർ ശരീരമല്ല എന്നുള്ള ബോധത്തിൽ നിന്നാകുന്ന ശരീരമാണെന്നുള്ള ധാരണയിൽ വെട്ടും കുത്തും കൊലയും കൊലപാതകവും ഇതെല്ലാം നടത്താനുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് എന്താ? ഈ കള്ളും വെള്ളവുമാണ്. എന്തിനാ അധികം ദൂരമൊന്നും പോകണ്ട. ഈ പറയുന്ന ഭാഗവത്തിലൊടുവിൽ വളരെ നിസ്സംഗനായിട്ടിരിക്കുന്ന കൃഷ്ണനെ കണ്ടില്ലേ? ഈ നിസ്സംഗനായിട്ടുള്ള കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ? അദ്ദേഹത്തിൽ 16,100 പരം ഭാര്യമാരിൽ ഓരോരുത്തരിലും 10 കുട്ടികളുള്ള ആ ജനസംഖ്യ, അതെല്ലാം തന്നെ തമ്മിൽ തല്ലിച്ചായൊക്കെ വെള്ളം കുടിച്ചിട്ടാ. അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. കാരണം എന്താ? അതിനെ നിരോധിക്കാൻ പറ്റില്ല. അത് ആ അവസ്ഥയിലായി നമ്മൾ. ഇനി ഈശ്വരൻ വിചാരിച്ചാലും നിർത്താൻ പറ്റാത്ത രീതിയിൽ, അധപ്പതിച്ച രീതിയിൽ അസന്മാർഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സംസ്കൃതന്മാരാകേണ്ട നമ്മൾ സംസ്കാര ശൂന്യന്മാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ആത്മഹത്യ നിൽക്കും? എങ്ങനെ കൊലപാതകം നിൽക്കും? എങ്ങനെ ഈ പീഡനങ്ങൾ നിൽക്കും? പീഡന കേസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന കോടതികൾ കേരളത്തിലുടനീളമായി എല്ലാ പഞ്ചായത്തിലും വേണ്ടി വരും, ഇനി എല്ലാ വാർഡുകളിലും വേണ്ടി വരും. കാരണം എന്താ? കിളവനായിരിക്കുന്ന കാരണവരും ഈ പറയുന്ന രീതിയിൽ സാൻമാർഗികമായിട്ടുള്ള രീതിയിൽ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താ? ഇതാ കാരണം. ആഹാരം ശരിയല്ല, കണ്ണി കണ്ട ഈ പറയുന്ന കുഴിമന്തിയും കോലുമന്തിയും. അപ്പൊ അത്തരത്തിലുള്ള മന്തികളെല്ലാം തന്നെ ഉള്ളിൽ അതിനെ ദഹിപ്പിക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ ആകെ വികൃതമായി. മാറണ്ടേ? ഇതെങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ, രാമഭക്തി സാമ്രാജ്യത്തില് ത്യാഗബ്രഹ്മം പാടിയ പോലെ, ഹനുമാനെ പോലെ കുറെ വഴിപാട് കഴിച്ച് അദ്ദേഹത്തിന് തേങ്ങ കൊണ്ടുപോയി കെട്ടി, അല്ലെങ്കിൽ വാലിൽ മോതിരം ഇങ്ങനെ നോക്കി, എന്നിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹനുമാനെ പോലെ നിതാന്തമായിട്ടുള്ള ആത്മവിസ്മൃതിയിലും അല്ലെങ്കിൽ ആത്മസ്മൃതിയിലും രണ്ടും, ഞാൻ ഇന്ന ആളാണെന്നുള്ള വിസ്മൃതിയും, അതെല്ലാം തന്നെ വിട്ടിട്ട് ഞാൻ ഇന്ന ആളാണെന്നുള്ള സ്മൃതിയും, ഞാൻ ഇന്നതാണെന്നുള്ള വിസ്മൃതി, ഞാൻ ഇന്നതാണെന്നുള്ള സ്മൃതി. അപ്പൊ ഒരേ സമയത്തൊന്ന് മറക്കണം, ഒരേ സമയത്തൊന്ന് ഓർക്കണം. അതേ രീതിയിൽ നമ്മൾ പോകാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ കള്ളം കഞ്ചാവും ഒക്കെ കഴിച്ചാൽ എങ്ങനെയായിരിക്കും? ഞാൻ ഗുരുവായൂരപ്പദാസ സ്വാമികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്വാമികളാണ് ഗുരുവായൂരപ്പദാസ സ്വാമികൾ. കഞ്ചാവ് സ്വാമിയുടെ ശിഷ്യനാണ്. കഞ്ചാവ് സ്വാമി കഞ്ചാവ് അടിച്ചിരുന്ന വൈപ്പങ്കരയിലെ ഒരു സന്യാസിയാണ്. ഇദ്ദേഹത്തെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നത് തിരുവൽപ്പാടാണ്. പൂണൂലൊട്ട തിരുവൽപ്പാട്. ഭാഗവതം സപ്താഹത്തിന്റെ ഒരു ആചാര്യ ശ്രേഷ്ഠനാണ്. അപ്പോൾ നാരായണീയത്തിലൂടെ കടന്നു വന്നൊരു മഹത് വ്യക്തിത്വമാണ്. നല്ല സൗണ്ടാണ്, നല്ല പ്രസംഗ ശൈലിയാണ്. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞ് ഒരു കുടം കള്ളു കൊണ്ടുവരാനാണ്. അങ്ങനെ കള്ളു കൊണ്ടുവന്നിട്ട് കള്ള തലവഴി ഒഴിച്ചുകൊണ്ടാണ് കഞ്ചാവ് സ്വാമി ശിഷ്യനാക്കുന്നത്. ഇദ്ദേഹത്തിലും ഒരു ദുഷിച്ച ശീലമുണ്ടായിരുന്നു കഞ്ചാവടിക്ക്. പക്ഷേ കഞ്ചാവടിച്ചിട്ട് പഞ്ചസാര വെള്ളമെല്ലാം തന്നെ കഴിച്ചുകൊണ്ട് നല്ല ഭംഗി കാണാൻ, തേജസ് ഇങ്ങനെ മുറ്റി നിൽക്കുന്ന മുഖമാണ്. ആ തൊടുത്തിരിക്കും, അതായത് ഓറഞ്ചൊക്കെ തോറ്റുപോകും. അതേ രീതിയിലുള്ള ശരീരപ്രകൃതവും നല്ല വാചാലതയും, അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ഭക്തനിർഭരമായിരിക്കുന്ന പ്രഭാഷണമാണ്. അദ്ദേഹം കഞ്ചാവടിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഞ്ചാവടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറയുന്ന ആ രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ, അല്ലാതെ വേറെ തെറ്റായ രീതിയിൽ ചിന്തിക്കരുത്. ഒരാളിങ്ങനെ കഞ്ചാവടിച്ചു എന്നിട്ട് ഇങ്ങനെ പോയി അയാൾ ആധ്യാത്മിക ദൃഷ്ടിയ അങ്ങേറ്റത്തെ ഉന്നത പദവി അലങ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഞ്ചാവടിച്ചാൽ എങ്ങനെയിരിക്കും? കലാമണ്ഡലം കൃഷ്ണൻ നായർ 2 കുപ്പി അടിച്ചിരുന്നു. കലാമണ്ഡലം ഗോപിയാശൻ അതുപോലെയായിരുന്നു. ഉണ്ണികൃഷ്ണക്കുറുപ്പ് നല്ലപോലെ വെള്ളം അടിക്കുമായിരുന്നു. ശങ്കരൻ പ്രാന്തിരി കഴിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കലാകാരന്മാര് കലാമണ്ഡലത്തിൽ പോയി പഠിച്ചു വന്ന ഉടനെ തന്നെ കോല് വെട്ടിയാൽ എങ്ങനെയായിരിക്കും സ്ഥിതി? കോല് വെട്ടുക അവരുടെ ഭാഷയാണ്, കള്ളു കുടിക്കുക. അപ്പൊ അതേ രീതിയിലുള്ള വികൃതമായിരിക്കുന്ന സ്വഭാവങ്ങൾ മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാൻ പാടില്ല. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന ചട്ടമ്പിസ്വാമി തിരുവിടികൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഓടിന്റെ ഈ ഉരുകിയിരിക്കുന്നത് എടുത്ത് കഴിച്ചുകൊണ്ട് സാധിക്കുമോ? അങ്ങനെ ലോകത്തിന്റെ ഉരുകിയിരിക്കുന്ന അവസ്ഥ, അതെല്ലാം തന്നെ നിസ്സാരമായിട്ട് കഴിക്കുന്ന രീതി. അപ്പൊ ഇതെല്ലാം തന്നെ മാനുഷിക പ്രകൃതികൾ നടത്തുമ്പോൾ അവരുടെ സിദ്ധിയാണത്. വടക്കേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഹുക്ക വലിക്കും.
അവർ ആ രീതിയിലാണ് അവരുടെ ആധ്യാത്മിക ദൃഷ്ടി കൊണ്ടുവരുന്നത്. ഒരു കൊലപാതകി ഇത് വലിച്ചെന്തായിരിക്കുന്നത്, അടുത്ത നിമിഷം കൊലപാതകം ചെയ്തിരിക്കും. ഒരു ആധ്യാത്മിക ദൃഷ്ടിയുള്ളവൻ ഇത് ചെയ്താൽ ഉടനെ തന്നെ അതിന് ആക്സെന്റുവേറ്റഡ് ആകും, അത് ആക്സലറേറ്റഡ് ആകും, അതിന് എന്തെന്നില്ലാത്തൊരു പ്രചോദനം കിട്ടും. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ആധ്യാത്മിക ദൃഷ്ടി അതിനെ പരിപാലിച്ചുകൊണ്ട് പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് കള്ളു കുടിക്കോ എന്തോണെങ്കിലും കൈക്കോട്ടെ. വളരെ ഉന്നത നിലവാരം പുലർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കലാമണ്ഡലം രാമൻകുട്ടിയായര് ഹനുമാന്റെ വേഷം കെട്ടിക്കൊണ്ട് കിടക്കാണ്. അരങ്ങിൽ നിന്ന് ഇപ്പൊ അണിയറയിൽ നിന്ന് അരങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ സംശയിച്ചു. കാരണം ഞാൻ അവിടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അരങ്ങിൽ പോയ ഇദ്ദേഹം ആടുമോ ആവോ? പക്ഷെ അദ്ദേഹം ആടിയ അഷ്ടകലാശത്തിന്റെയൊക്കെ ആ ഭാവം ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്. അദ്ദേഹം കുടിക്കാം. നേരെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു ചെക്കൻ ഈ പറയുന്ന ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് ഈ വെള്ളം കുടിച്ചുകൊണ്ട് അഷ്ടകലാശം ആടിയ എങ്ങനെയായിരിക്കും? പൊട്ടക്കലാശമായിട്ട് മാറും. ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പ്രചോദനം നൽകുന്നൊക്കെ ഹനുമാൻ സ്വാമി തന്നെയാണ്. അപ്പൊ അതേ രീതിയിൽ പറയുന്ന രീതികളെല്ലാം തന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് വികൃതമാകാൻ. സുഹൃതം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുമാണ്. അതാണ് ഇവിടെ ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ ഹീനമതികളായി. എങ്ങനെയാണ്? ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോട്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. മനസ്സ് ഇദ്ദേഹത്തിന്റെ മന്ദിരമായിട്ട് മാറണമെങ്കിൽ മനസ്സിന്റെ സ്ഥിതി മന ഏവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്ന് ഗീത. ബന്ധം എന്ന് പറയുന്ന പ്രകൃതിയുമായിട്ട് അത് അവിദ്യ, ഇതുമായിട്ട് മാറിപ്പോകുന്ന വിദ്യ മോക്ഷം. അപ്പൊ വിദ്യയിലൂടെ മോക്ഷം, അവിദ്യയിലൂടെ സംസാരം. ഈ അവിദ്യ എന്ന് പറയുന്നതും വിദ്യ എന്ന് പറയുന്നതും മനസ്സുകൊണ്ടുണ്ടാക്കുന്നതാണ്. ഈ ബന്ധങ്ങളെല്ലാം തന്നെ ചമച്ചുണ്ടാക്കുന്നതും അതിൽ നമ്മൾ ബന്ധനസ്ഥരാകുന്നതും മനസ്സുകൊണ്ടാണ്. അതാണ് മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ മെരുക്കിയെടുത്താൽ ആ മനസ്സിൽ തന്നെയാണ് വാസ്തവത്തിൽ രാമന്റെ ആവാസം. അതായത് കളഭം തരാമെന്നുള്ളത് പിന്നാലെ പറഞ്ഞാലും മതി, മനസ്സ് തരാന്ന് ആദ്യം പാടണമെന്ന് ചിത്രയോടെന്ന് പറയണം. മനസ്സ് തരാം, കളഭമൊക്കെ പിന്നെ മതി. ഈ കളഭം കൊണ്ടെന്ത് കാര്യം? മേത്ത് വാരി പൂശി കുറെ ഈ പറഞ്ഞ സുഗന്ധം ഉണ്ടാക്കാം. നേരെ കുറച്ച് മനസ്സ് കൊടുക്കാൻ മടി, അല്ലെങ്കിൽ അതിന് മനസ്സില്ലെങ്കിലോ മനസ്സ് തരാൻ മനസ്സില്ല, മനസ്സ് ഞാൻ വേറെ പലർക്കും കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ് എന്നുള്ള മട്ടിലേക്കായ രാമൻ അവിടെ അധിവസിക്കുകയില്ല എന്ന്. മനസ്സിന്റെ പ്രാധാന്യമാണ് ഇവിടെ. അടുത്തത് വളരെ ശ്രേഷ്ഠമായ പറച്ചിലാണ്. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് സർവ കർമ്മങ്ങളും നിങ്കൽ സമർപ്പിച്ച്, നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്കലെ ദത്തമായൊരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതന്തേ സുഖവാസായ മന്ദിരമോ. കർമ്മങ്ങളെല്ലാം തന്നെ അങ്ങനെ സമർപ്പിക്കാൻ പറ്റൂ. ഞാനൊന്നും ചെയ്തിട്ടില്ല രാമനാരായണ, ഞാനൊന്നും ചെയ്തിട്ടില്ല രാമനാരായണ എന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന പ്രയോഗമാകരുത്. വൈകുന്നേരമാകുമ്പോൾ എല്ലാത്തരം പ്രവൃത്തികളും ഈശ്വരങ്ങൾ സമർപ്പിക്കുക. അതല്ലേ കായേന വാച, അതല്ലേ ഭാഗവത തത്വം, അതല്ലേ ഭാഗവതന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം. അതേ രീതിയിലേക്കെല്ലാം ഈശ്വരന് സമർപ്പിക്കുക. കായേന വാച മനസ്സേന്ദ്രിയവ, ത്രിവിധകരണങ്ങളെ കൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നിങ്കൽ സമർപ്പിക്കുന്നു എന്ന്. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്കലേ ദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതന്തേ സുഖവാസായ മന്ദരം. ഇങ്ങനെയുള്ളവരെ കാണണമെങ്കിൽ ഒന്നുകിൽ രമണ മഹർഷിയുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ശ്രേഷ്ഠമതികളായിട്ടുള്ള ഈ നിത്യാനന്ദൻ കാഞ്ഞങ്ങാട് അങ്ങനെ ഒരു സ്വാമികൾ ഉണ്ടായിരുന്നു. ബോംബെയിലൊക്കെ ഒരു പ്രത്യേക സ്ഥലം തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മഹാ മനുഷ്യന്മാരെ അല്ലെങ്കിൽ അതിമാനുഷ്യന്മാര് അല്ലെങ്കിൽ പുണ്യ അവതാര സ്വരൂപങ്ങൾ അവരെല്ലാം തന്നെ കാണിച്ച രീതി കാണുമ്പോൾ നമുക്കിത് സാധിക്കും. ഈ മനസ്സിനെ മെരുക്കിയെടുക്കാനുള്ള വിദ്യ, ഹൗ ടു ടൈം അവർ മൈൻഡ്. അപ്പൊ ഈ മനസ്സിനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ അത് യോഗാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ട് യോഗ ചിത്തവൃത്തി നിരോധക, ചിത്തവൃത്തികളെ നിരോധിക്കലാണ്. അത് സാധിക്കുമെങ്കിൽ നന്നായി. ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കോലപ്പെട്ട ചിത്തം, മനസ്സും ചിത്തവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും വ്യാകുലതയുള്ളത്, ആകുലതയുള്ളത്, ചഞ്ചലാത്മകമായത് മനസ്സ്. അതെല്ലാം തന്നെ വാസ്തവത്തിൽ മന്നാകാരമാകുമ്പോൾ ചിത്തമായി, അത് ദൃഢം ഉറച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിയായി. അപ്പൊ അതേ രീതിയിൽ ഒരേ മനസ്സ് തന്നെയാണ്, ഒരേ അന്ധകരണം തന്നെയാണ് ഈ നാലുമായിട്ട് മാറി മറിയുന്നത്. അതാണ് ഈ പറയുന്ന രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും. അത് തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവും ബലരാമനും പ്രദ്യുമ്നനും അനിരുദ്ധനും. അതേ രീതിയിൽ വേണം കാണാൻ. അതേ രീതിയിൽ ഇവിടെയും നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് സന്തുഷ്ടരായി മരുവന്നവർ മാനസം സന്തതന്തേ സുഖവാസായ മന്ദിരം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ല ഒട്ടും, ഇഷ്ടേതരപ്തിക്ക് അനുതാപവുമില്ല, സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം.
നിനക്ക് വസിക്കാനുള്ള മായ ബാധിക്കാത്ത, മായാജന്യമായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത, മായ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഉള്ളത് ഇല്ലാത്തതായി തോന്നും, ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നും. അങ്ങനെ ഉള്ളത്തിൽ തോന്നുന്നത് മായയുടെ സ്വരൂപമാണ്. മായ ഭഗവാന്റേതാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത് മമ മായ ദുരത്യയ. എൻ്റെ മായ ദുരത്യയ എന്ന് പറയുമ്പോൾ ഞാൻ സൃഷ്ടിച്ച മായയാണ്, എന്നിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്ന മായയല്ലാതെ, ഞാൻ എൻ്റെ മായയെ സൃഷ്ടിക്കുന്നതല്ലാതെ മറ്റു രീതിയിലൊരു മായയില്ല. ഞാൻ സൃഷ്ടിച്ച പ്രോബ്ലംസ്, ഞാൻ സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ് എന്നെ അലട്ടുന്നത്. എൻ്റെ കാമവും എൻ്റെ മോഹവുമാണ് വാസ്തവത്തിൽ. അതെല്ലാം തന്നെ നശിച്ചിട്ട് നമ്മൾ ഈ മായയിൽ ബദ്ധനായിട്ട് പല പല അതിക്രമങ്ങളും ചെയ്യാൻ മുതിരുന്നത്. അതല്ല എൻ്റെ സൃഷ്ടിയാണ്. അപ്പൊ യു ആർ ദ പ്രോബ്ലം, യു ആർ ദ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇഷ്ടം ലഭിച്ചാലും ഇഷ്ടം ലഭിച്ചില്ലെങ്കിലും ഒരേ ഒരു മനസ്സോട് കൂടി നിൽക്കുക. അതും വാസ്തവത്തിൽ ശ്രീരാമചന്ദ്രനെ പ്രതിഷ്ഠിക്കാനുള്ള മനസ്സിന്റെ ഉടമയാകാൻ നമ്മളെ അനുഗ്രഹിക്കും. അടുത്തതുകൂടി കഴിഞ്ഞാൽ ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതു മിത്തമുറച്ച് ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. മനസ്സിനെ എങ്ങനെ ആത്മാവാക്കാം എന്ന് പറഞ്ഞ എഴുത്തച്ഛനാണ് ഭാഗവതത്തില്. ഗുണകാമാത്മാവിനെയും മാനസം എന്ന് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ എന്ന് നിർവചിച്ചിട്ടുള്ളത് എഴുത്തച്ഛനാണ്. അപ്പൊ ഈ ആത്മാവും മനസ്സും തമ്മിൽ ഒരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ നേരിയത് ഇത്തിരി അടുത്തതുമാണ്. നേരിയ വ്യത്യാസം എന്ന് പറഞ്ഞത് ഗുണങ്ങളും കാമനകളുമാണ്. ഗുണങ്ങളും കാമനകളും അതിക്രമിച്ചു കയറിയ മനസ്സാണെന്നും അതിൽ നിന്നെല്ലാം തന്നെ വിട്ടുപോയത് ആത്മാവായി എന്നും. ഇവിടെ വാസ്തവത്തിൽ ആത്മദുഷ്ടന്മാരായിട്ടിരിക്കുന്നവരുടെ പ്രത്യേകത, അവർക്ക് ശരീരബന്ധികളായിട്ടുള്ള, ശരീരത്തോട് ബന്ധപ്പെട്ട ആ വികാരങ്ങളൊന്നും തീണ്ടുകയില്ല. ശരീരത്തിനാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഷഡ്വൈരികൾ എന്ന് പറയുന്ന ശത്രുക്കളായാലും കാമക്രോധാദികളെല്ലാം തന്നെ ഭരിക്കുന്നതും അത് ആക്രമിക്കുന്നത് ശരീരത്തെയാണ്. ഈ ശരീരമല്ല. ഞാനെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ആകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്തരത്തിലായവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ഹൃത്തടത്തിൽ അല്ലയോ രാമചന്ദ്ര നീ വസിക്കണമെന്ന് പറഞ്ഞിട്ട് യാതൊരുത്തൻ ഭവന്തം പരം ജത്ഖനം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനം പരാത്മാനമലേപകം വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനം ആത്മനാകാണെന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. എല്ലാം ഈ ഭഗവാന്റേതായിട്ടുള്ളതാണ്. ഇതം മമ. ഹോമിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച ഹോമ വേളയിൽ പറഞ്ഞു പഠിപ്പിച്ചാണ് ഇതെന്ന മമ. ഇതെന്ന മമ എന്ന് ഈ ബ്രാഹ്മണരെ ഹോമിക്കുമ്പോൾ പറയുന്നത് ഇത് എൻ്റെ എല്ലാം. ശരി, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇത് ഭവാനിയമ്മ അറേഞ്ച് ചെയ്തതാണ്. ഭവാനിയമ്മയുടെ തേങ്ങ, ഭവാനിയമ്മയുടെ മാങ്ങ, ഭവാനിയമ്മയുടെ എല്ലാ സംഗതികളും ഞാൻ തീയിലേക്ക് ഇട്ട് ഹോമിച്ചു. ഇതെന്ന മമ അതല്ല. അപ്പൊ എല്ലാ തരത്തിലും ഇതിങ്ങനെ ഹോമിക്കുമ്പോൾ ഇത് കൊണ്ടുവന്നവര് അവരുടേതല്ല, ഇത് ചെയ്ത എന്റേതുമല്ല, അല്ലയോ ഭഗവാനെ രാമചന്ദ്ര നിന്റേതാണ്. അപ്പൊ എന്റേതല്ല എന്ന് പറയുമ്പോൾ അതിന് ഉദാത്തമായിട്ടുള്ളൊരു ഭാവം നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ വീണ്ടും ഇവിടെ കെട്ടിക്കിടക്കും, പ്രേതമായി പോകും. അപ്പൊ ഈ പ്രേതമാകാതിരിക്കണമെങ്കിൽ ശരീരബാധ അത് ഒഴിഞ്ഞിട്ട് എന്റേതല്ല എന്നുള്ള ചിന്തയോടുകൂടി, ഈ ശരീരം എന്റേത് എന്നുള്ള ബോധത്തോടു കൂടിയാണല്ലോ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നത്. ആ ശരീരം ഞാനല്ല എന്നുള്ള ഭാവം കൂടി വരുമ്പോൾ അതിനോടുള്ള താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ മാറും. അല്ലെങ്കിൽ അതിനോട് എന്തെന്നില്ലാത്ത പ്രതിപത്തി ഇല്ലാതെയാകും. അവിടെ ഒരു നിസ്സംഗത്വം വരും, അവിടെ ഒരു വിരക്തി സമ്പാദിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ മനസ്സിലല്ലയോ ഭഗവാനെ നീ വസിക്കുക. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദ സേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപ ശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാമന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തത ചിന്താമണേ ദയാവാരിധേ. ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് വസിക്കാനൊരു സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. രാമന് വേണ്ടി പറഞ്ഞതല്ലാതെ വാൽമീകിക്ക് വേണ്ടി പറഞ്ഞതുമല്ല. അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരെയും അറിയാം. അവർ പരസ്പരമുള്ള ബന്ധവും അറിയാം. എന്താണ് വാസ്തവത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ആരാണ് എന്താണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അതുള്ള ഇവർക്ക് ഇത്തരത്തിൽ പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ സാമാന്യ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, നമ്മളെ പോലുള്ള ഭക്തന്മാരെ അറിയാൻ വേണ്ടിയിട്ടാണ് രാമനെ എവിടെ പ്രതിഷ്ഠിക്കണമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. മനസ്സിലല്ലാതെ വേറെ എവിടെയാ പ്രതിഷ്ഠിക്കുക? ആ മനസ്സെങ്ങനെയായിരിക്കണം? അവിടെ വാസ്തവത്തിൽ ദുഷ്ടിത്തകളും
അത്തരത്തിലുള്ള വികാരങ്ങളും അതുകൊണ്ട് വിജൃംഭിതമാകുന്ന മനസ്സ് അവരെ എല്ലാ അറബിക്കടലിൽ സദൃശമായിരിക്കുന്ന കോളിലൊക്കെ സൃഷ്ടിക്കുന്ന ആ മനസ്സല്ല ഭഗവാന്റെ ഇരിപ്പിടം. ശാന്തമായി ശാന്തഗംഭീരമായി അങ്ങനെ സമചിത്തതയോടുകൂടി വർത്തിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ അല്ലയോ ഭഗവാനെ നീ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥലമെല്ലാം തന്നെ കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് പറഞ്ഞത് നിന്റെ നാമം കൊണ്ടെല്ലാം തന്നെ ഞാൻ ഇങ്ങനെയായി എന്നുള്ളതും കൂടി കൂട്ടി വായിക്കുക. എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് നമ്മളെല്ലാവരും ഓർക്കണം. നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി എന്ന്. 15 വയസ്സുള്ളപ്പോൾ വാസ്തവത്തിൽ യുക്തിവാദ പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്ന് മന്ത്രം ജപം ഇതൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ ഇങ്ങനെ കടന്നു വന്ന് ഇപ്പൊ പുരാണീതിഹാസങ്ങളെല്ലാം തന്നെ പഠിച്ചും പറഞ്ഞും വക്കീൽ പണിയോടൊപ്പം തന്നെ അതും ഇങ്ങനെ ഗ്രഹിച്ചും അങ്ങനെ പോകുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം 5 കൊല്ലം കൊണ്ട് പഠിക്കേണ്ടത് 50 കൊല്ലം കൊണ്ടും ശരിയാവില്ല. കാരണം പലയിടത്ത് 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുക. 2 വള്ളത്തിൽ കാല് വയ്ക്കരുതെന്ന് കാരണന്മാർ പറയില്ലേ? എന്തായിരിക്കും സ്ഥിതി? ആകെ കുഴപ്പമാണ്. അതേ രീതിയിൽ വക്കീൽ പണിയിലും ഇതിലും കാല് വെച്ച് ഇങ്ങനെ നടക്കുന്ന എനിക്ക് 50 വർഷം വേണ്ടി വന്നു. എന്നിട്ടും എട്ടും പൊട്ടും തിരിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സാക്ഷാത്പ്രവർത്തക രാമചന്ദ്ര മഹാത്മാവിനെ ഈ രാജസ്വരൂപത്തെ രാജകീയ ആഡംബരത്തോടുകൂടി വർത്തിക്കുന്ന ആ രാജാവിനെ നിങ്ങൾ വേണ്ട രീതിയിൽ മാനിക്കുക. ഇദ്ദേഹം ആറാട്ടുപുഴയിലേക്ക് പോകുമ്പോഴുള്ള ആ സ്ഥലമെല്ലാം തന്നെ ഈ അടുത്തിടെയാണ് കാണാൻ എനിക്ക് യോഗം കിട്ടിയത്. ആറാട്ടുപുഴ പോലെ എൻ്റെ ജന്മനക്ഷത്രമാണ്, അതിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം തൻ്റെ ആ വീതിയിലൂടെ ഇങ്ങനെ പോകുന്ന, തൻ്റെ ഗുരുവിനെ കാണാൻ പോകുന്ന, തൻ്റെ ഗുരുവിനെ കണ്ട് ഈ പറയുന്ന വസിഷ്ഠ മഹാമുനി ശാസ്താവെന്നെല്ലാം പറയുന്ന സങ്കേതത്തിൽ പൂരം ആഘോഷിച്ചുകൊണ്ട് സകല ശാസ്താക്കന്മാരും എല്ലാവരും വന്നു കൂടുന്ന സങ്കേതത്തിൽ രാജകീയ പ്രൗഢിയോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന രാമനെ എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് നിശ്ചയിക്കാൻ ഈ പ്രഭാഷണം ഉതകിയെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചു. ഏതായാലും ഹനുമാനെ പോലെ നമ്മളും ആ ശക്തന്മാരും യോഗ്യന്മാരുമായിട്ട് എല്ലാ തരത്തിലും ഉയർന്ന ചിന്താഗതികളോടുകൂടി വർത്തിക്കാൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ ശ്രീതായ പദയേ നമഃ. ഓം രാം രാമായ നമഃ. നാരായണ നാരായണ. ബാലാർക്കായുധ തേജസം